ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മത്തങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ മത്തങ്ങ നമ്മളിവിടെ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. കുട്ടി കഷ്ണം മത്തങ്ങയാണ്. അതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മത്തങ്ങ അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം വലുപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ചതുര കഷ്ണങ്ങളായിട്ട് വേണേലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മത്തങ്ങയെല്ലാം അവിടെ ഒന്ന് റെഡി ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഒരു കടായി അടുപ്പത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയായിരിക്കും നമ്മുടെ ഈ കറിക്ക് നല്ലത്. ഇനി അന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. അന്നേരത്തേക്ക് നമുക്ക് സ്വല്പം ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ആ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുന്നിടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ. എന്നിട്ട് ഇനി കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അതും കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ. ഇനി അതിലേക്ക് നമ്മളൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് തീർത്ത് ചെറുതായിട്ടല്ല, നമ്മൾ മത്തങ്ങ അരിഞ്ഞിരിക്കുന്നതും ഒരു സ്വല്പം വലുപ്പത്തിലല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രയും വലുപ്പം ഇല്ലെങ്കിലും ആ ഒരു രീതിയിൽ തന്നെ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്വല്പം ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് തന്നെ സവോളയ്ക്കകത്തെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ല. കാരണം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് അതിൻ്റെ അകത്തെ വെള്ളം ഒന്ന് വറ്റി വന്നാൽ മാത്രം മതിയാവും. അങ്ങനെ നമ്മുടെ സവോളയുടെ കളറൊക്കെ കണ്ടോ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വാടിയിട്ടില്ല, പകുതിയോളമാണ് വാടി വന്നിരിക്കുന്നത്. അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ കൂടിയും ഒന്ന് ചൂടാക്കി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് സ്വാദ് കൂടും. അതല്ല എന്നുണ്ടെങ്കിൽ സവോള വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്താലും മതിയാവും. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൊടുക്കുക. അതിപ്പോൾ ഏത് കറിയാണെങ്കിലും ഇതുപോലെ പൊടി മൂപ്പിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറി പൊടികളെല്ലാം മൂത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതെല്ലാം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവോള കുട്ടുകളുമായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയും കൂടി നമുക്കെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയുണ്ടല്ലോ, അതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മളിപ്പോൾ മൊത്തം ഇവിടെ ചേർത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം കൂടെ, അതായത് നമ്മുടെ സവോള വഴറ്റാനായിട്ട് നമ്മൾ ഇട്ടിരുന്ന പൊടികളും എല്ലാം കൂടെ കൂട്ടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അങ്ങനെ ആ മത്തങ്ങയിലോട്ട് ഏകദേശം ഒന്ന് പിടിച്ചോട്ടെ. എന്നിട്ട് വേണം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാനായിട്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മത്തങ്ങയ്ക്കകത്ത് നല്ല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഊറി വരും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട്, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കടായിയുടെ അനുസരിച്ച് വേവിക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് വൃത്തിക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം മേലെ കിടക്കുന്ന മത്തങ്ങ എല്ലാം കൂടെ ഒന്ന് താഴേക്ക് ഇട്ടും താഴത്തത് മേലെയായിട്ടും ആ ഒരു രീതിയിൽ പരുവത്തക്ക വിധത്തിൽ ഒന്ന് റെഡിയാക്കി ഒന്നുകൂടെ തട്ടിപ്പൊത്തി നമുക്കൊരു 2-3 മിനിറ്റ് കൂടെ മാത്രം ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ട് വേവിച്ചൊന്ന് എടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ഞാൻ ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് തുറന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ആ മത്തങ്ങ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മത്തങ്ങ വേവാനായിട്ട് അധികം നേരം ഒന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. പക്ഷെങ്കിൽ ആവിവെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്വല്പം വെള്ളം കൂടെ വറ്റി കിട്ടാനുണ്ടെന്ന്. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു സ്വല്പം നേരം കൂടെ ഒരു 4-5 മിനിറ്റും കൂടെ നമുക്കൊന്ന് തോർത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇരുമ്പ് ചീൻചട്ടിയോ അല്ലെങ്കിൽ സാധാരണ മൺചട്ടിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീയങ്ങോട്ട് അടച്ച് വെക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് വെള്ളം വറ്റിക്കോളും. ഇതിപ്പോൾ ഈ ഒരു കടായി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് നേരം കൂടെ ഒരു 3-4 മിനിറ്റ് കൂടി ഇങ്ങനെ തന്നെ വെക്കണം.
എന്നാലേ അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം ഒന്ന് വറ്റി റെഡിയായി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊരു 3-4 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ സ്റ്റൗ എല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ സിമ്പിളാണ്. പഴയ കാല ഒരു രുചിക്കൂട്ടാണ്. ഇപ്പോൾ അതൊക്കെ തന്നെ എല്ലാവരും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല ചൂട് കുത്തിരി ചോറും നല്ല മോരുകറിയുണ്ട്, അതുപോലെ മത്തങ്ങ കൊണ്ടുള്ള നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. പിന്നെ കൂടാതെ ഒരു പപ്പടവും ഉണ്ട്, പോരാത്തതിന് ഇത്തിരി നാരങ്ങ അച്ചാറും ഉണ്ട്. അപ്പോൾ എങ്ങനെ, ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെജിറ്റേറിയൻ ഊണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നോൺ വെജിനേക്കാളും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടി കുട്ടി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ കയറി കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ടാറ്റാ.